പ്രമുഖ നടിക്കെതിരെ അരങ്ങേറിയതുണ്ടായത് സംഭവിച്ചത് നിഷ്ഠൂരമായ ബലാത്സംഗമാണ്. ഓടുന്ന വാഹനത്തിൽ വെച്ച് കൂട്ട ബലാത്സംഗത്തിന് ഇരയായി എന്നത് കൂടുതൽ സ്ഥിരീകരിക്കുകയാണ്. അക്കാര്യത്തിൽ അവിശ്വസനീയം എന്ന് ചിന്തിച്ച ആളുകളെയൊക്കെ അത് ബോധ്യപ്പെടുത്തുന്നതായിരുന്നത്തെ കോടതി ഉത്തരവ്. അക്കാര്യത്തിൽ കോടതിക്ക് ഒരു സംശയവുമില്ല. കുറ്റക്കാർക്കെതിരെ അവർ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തി ശിക്ഷാവിധി അടുത്ത ദിവസം ഉണ്ടാകും. അതേസമയം ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട കേസിൽ നടൻ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയിട്ടുണ്ട്. കേസിൽ പ്രോസിക്യൂഷന് ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. 8 വർഷവും 8 മാസവും പിന്നിടുമ്പോഴാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വളരെ പ്രധാനപ്പെട്ട ഈ ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. റിയ ബേബിയും ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി. ആദ്യം റിയയിലേക്ക്. റിയ, കോടതി ഉത്തരവ് പരിശോധിക്കുമ്പോൾ നിഷ്ഠൂരമായ ബലാത്സംഗത്തിന് കൂട്ട ബലാത്സംഗത്തിന് ആ പെൺകുട്ടി ഇരയായി എന്നത് കൂടുതൽ ബോധ്യപ്പെടുന്നു. അക്കാര്യങ്ങളിൽ തെളിവിന്റെ ഒരു കണികയുടെ കുറവ് പോലുമില്ലാതെ കോടതിക്ക് അക്കാര്യം ബോധ്യപ്പെടുന്നു. അതേസമയം ഗൂഢാലോചന കുറ്റത്തിൽ ദിലീപ് കുറ്റവിമുക്തനുമാകുന്നു. രതീഷ്, അത് തന്നെയാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണിയം വർഗീസിൻ്റെതായിരുന്നു വിധി. 1 മുതൽ 6 വരെയുള്ള 1-ാം പ്രതി പൾസർ സുനി അടക്കം 6 പ്രതികളും കുറ്റക്കാരാണെന്ന് ഒരു സംശയവുമില്ലാത്ത കോടതി വ്യക്തമാക്കുകയായിരുന്നു. അതിൽ കൂട്ട ബലാത്സംഗം, തട്ടിക്കൊണ്ടുപോകൽ അടക്കമുള്ള എല്ലാ കുറ്റകൃത്യങ്ങളും പ്രോസിക്യൂഷൻ പറഞ്ഞതുപോലെ കണ്ടെത്തിയതുപോലെയുള്ള എല്ലാ കുറ്റകൃത്യങ്ങളും ഈ 6 പ്രതികൾക്കെതിരെയും നിലനിൽക്കുന്നുവെന്ന് കോടതി കണ്ടെത്തുകയും അത് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷമുള്ള 4 പ്രതികൾ, 7-ാം പ്രതി ചാർലി, 8-ാം പ്രതിയായ ദിലീപ്, മേസ്തിരി സനിൽ അടക്കമുള്ള ശരത്ത് അടക്കമുള്ള 4 പേരെയാണ് കോടതി കുറ്റവിമുക്തരാക്കിയിരിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും വലിയ ആരോപണങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ദിലീപിലേക്കായിരുന്നു എല്ലാ ഗൂഢാലോചനയുടെ കൈകളും നീണ്ടതും പ്രോസിക്യൂഷൻ അത് ആവർത്തിച്ച് പറഞ്ഞത്. പക്ഷേ ദിലീപിനെതിരെ ആ ഗൂഢാലോചനയുടെ ഒരു കണിക പോലും തെളിയിക്കാനായില്ലെന്ന ഒരു പരാമർശമായിരുന്നു, വിധിയായിരുന്നു കോടതിയിൽ നിന്ന് വന്നത്. അങ്ങനെയാണ് ദിലീപിനെ കുറ്റവിമുക്തനാക്കി വെറുതെ വിട്ടുന്ന ഒരു നടപടി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്ന് വന്നത്. അവിടെയാണ് പ്രോസിക്യൂഷൻ അടക്കം ചില ചോദ്യങ്ങൾ പരോക്ഷമായി തന്നെ ഉന്നയിക്കുന്നത്. അതിജീവിയുടെ ഭാഗമായി പലരും ആ സംശയങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. പൾസർ സുനി എന്ന് പറയുന്ന ഒരാൾക്ക് എങ്ങനെയാണ് അതിജീവിതയെ തട്ടിക്കൊണ്ടുപോയി ക്രൂര ബലാത്സംഗത്തിന് ഇരയാക്കാൻ കഴിയുന്നത്? അതിനുള്ള അങ്ങനെ ഒരു പൾസർ സുനിക്ക് ഈ പെൺകുട്ടിയോട് എന്തെങ്കിലും വിദ്വേഷമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അയാൾ ആക്രമിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ പൾസർ സുനി ഒരുപക്ഷെ ഒറ്റയ്ക്കായിരിക്കാം. ഇതിപ്പോൾ കൂട്ട ബലാത്സംഗം എന്ന് കോടതിക്ക് മുന്നിൽ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ കൊട്ടബലാത്സംഗം എന്ന് പറയുമ്പോൾ ഇവർക്കൊക്കെ കൊട്ടേഷൻ സ്വഭാവമുള്ള ആളുകളാണ്. അപ്പോൾ ഒരു കൊട്ടേഷൻ ആയിരിക്കണം. ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി, പിന്നീട് ഒരാളില്ലേ? ആ ചോദ്യത്തിന് കോടതി എന്തെങ്കിലും വ്യക്തത വരുത്തുന്നുണ്ടോ ഉത്തരവിലൂടെ? അത്തരം കാര്യങ്ങളൊന്നും ഇതുവരെ വ്യക്തമായിട്ടില്ല. എന്തായാലും ഇതിൽ ദിലീപിനെതിരെ ഗൂഢാലോചന നടത്തിയതിൻ്റെയും തെളിവ് നശിപ്പിക്കപ്പെട്ടതിൻ്റെയും യാതൊരു വിധത്തിലുള്ള തെളിവുകളുമില്ല. അതിന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് കോടതി വ്യക്തമാക്കിയത്. അതാണ് ദിലീപിനെ വെറുതെ വിട്ടുകൊണ്ടുള്ള ഒരു ഉത്തരവ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്ന് വന്നത്. നമുക്കറിയാം, ഈ കേസുമായി ബന്ധപ്പെട്ട് 261 സാക്ഷികളെ സ്പെഷ്യൽ പ്രോസിക്യൂഷൻ വിസ്തരിച്ചു. അതിൽ 28ഓളം പേർ കൂറുമാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തെളിവുകൾ, തൊണ്ടിമുതലുകൾ, ശാസ്ത്രീയ തെളിവുകൾ, അങ്ങനെ എത്ര തെളിവുകൾ കോടതി മുമ്പാകെ സാധാരണഗതിയിൽ ഒരു ഗൂഢാലോചന കുറ്റം തെളിയിക്കുന്നതിന് ഹാജരാക്കേണ്ട തെളിവുകൾക്കപ്പുറം ഈ കേസിൽ പ്രോസിക്യൂഷൻ കണ്ടെത്തുകയും കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊന്നും ദിലീപിനെതിരായ ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ പ്രാപ്തമാകുന്നതല്ല എന്നതായിരുന്നു കോടതിയുടെ കണ്ടെത്തൽ. അങ്ങനെയാണ് കോടതി ഇതുമായി ബന്ധപ്പെട്ട് ദിലീപിനെ വെറുതെ വിട്ടത്. ഒപ്പം തന്നെ ജയിലിൽ സഹായം ചെയ്തു എന്ന് പറയുന്ന മേസ്തിരി സനിൽ, തെളിവ് നശിപ്പിച്ചു എന്ന് പറയുന്ന ശരത്ത്, ഇവരെയും കോടതി വെറുതെ വിടുകയായിരുന്നു. പൾസർ സുനി, മാർട്ടിൻ അടക്കമുള്ള, മണികണ്ഠൻ, പ്രദീപ് അടക്കമുള്ള, വിജീഷ് അടക്കമുള്ളവർ കുറ്റക്കാരാണെന്നായിരുന്നു കോടതി കണ്ടെത്തിയത്. നമുക്കറിയാം, ആ കേസിൽ പ്രോസിക്യൂഷൻ പൾസർ സുനി അടക്കമുള്ളവർക്കെതിരെ ചുമത്തിയത് കൂട്ട ബലാത്സംഗം അടക്കമുള്ള കുറ്റകൃത്യമാണ്. അതായത് അത്രയും ക്രൂരമായ കുറ്റകൃത്യമാണ് ഇരയ്ക്ക് നേരെ ഉണ്ടായത് 2017 ഫെബ്രുവരി 17-ന്. അതിൽ കോടതിക്ക് യാതൊരു വിധത്തിലുള്ള സംശയമില്ല. എന്തായാലും ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് കോടതിയിൽ നിന്ന് തന്നെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായ അജയ്കുമാർ വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെ എന്തായാലും അപ്പീൽ പോകുമെന്ന കാര്യം വ്യക്തമാണ്. അതേസമയം കേരളീയ മനസാക്ഷി വലിയ മുറിവുണ്ടാക്കിയ ഒരു കേസാണ്. ഇപ്പോൾ ഒന്നുമേ സംഭവിച്ചിട്ട് എല്ലാം കെട്ടിച്ചമച്ചതാണ് എന്ന് പറയുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അത്തരം വാദിക്കുന്ന സൈബർ ഇടങ്ങളിലെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയല്ല, വളരെ ഗൗരവതരമായ ഒരു കുറ്റകൃത്യം നടന്നു. അവരെല്ലാം കുറ്റവാളികളാണ്. അക്കാര്യമൊക്കെ കോടതി സ്ഥിരീകരിക്കുന്നു. പക്ഷേ ഗൂഢാലോചന കുറ്റത്തിലാണിപ്പോൾ ദിലീപിനെതിരെ തെളിവില്ല എന്നതുകൊണ്ട് ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെടുന്നത്. ഇനിയുള്ള നിയമ നടപടിക്രമങ്ങൾ എങ്ങനെയായിരിക്കും? ഇത് എത്രത്തോളം വളരെ പ്രധാനപ്പെട്ടൊരു നിയമ നടപടിക്രമമായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പൊതുസമൂഹത്തിലെ പ്രതികരണങ്ങൾ ഏത് തരത്തിലാണ് അനന്തൻ?
രതീഷ്, കേരളത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട നടിയെ ആക്രമിച്ച കേസിന്റെ അധ്യായം അടയുകയല്ല ഇവിടെ ചെയ്തത്, പുതിയ അധ്യായങ്ങൾ തുറക്കുകയാണ്. കാരണം രതീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ നിയമ പോരാട്ടം ഇനി എങ്ങനെ എന്നുള്ളതാണ് ചോദ്യം. അത് ശക്തമായ തുടർ നിയമ പോരാട്ടങ്ങളിലേക്കുള്ള നിയമയുദ്ധങ്ങളിലേക്കുള്ള വഴിയാണ് തുറക്കാൻ പോകുന്നത്. സ്വാഭാവികമായും ഇന്നത്തെ വിധി വന്നു കഴിയുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കുന്നുണ്ട്. അതിജീവിത തൃപ്തയല്ല, അതിജീവിതയെ അനുകൂലിക്കുന്നവർ തൃപ്തയല്ല, പ്രോസിക്യൂഷൻ തൃപ്തരല്ല. അതേസമയം ഈ കേസിൽ ഗൂഢാലോചന കുറ്റം ചുമത്തപ്പെട്ടിരുന്ന നടൻ ദിലീപിനെ അനുകൂലിക്കുന്നവർ തൃപ്തരാണ്, അവർ ആഹ്ലാദവാന്മാരാണ്. പക്ഷേ അവിടെ പുതിയൊരു അധ്യായമാണ് ദിലീപിൻ്റെ അഭിഭാഷകൻ രാമൻപിള്ളയുടെയും ഒക്കെ പ്രതികരണത്തിൽ നിന്ന് തുറന്നു വെക്കുന്നത്. അവർ ഒരു ഗൂഢാലോചന സിദ്ധാന്തം തിരിച്ചു തുറക്കുകയാണ്. ഈ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയാണ് ദിലീപിൽ തുറന്നു വെച്ചിരുന്നതെങ്കിൽ അത് അടയ്ക്കുകയും അതിന് പകരം തിരിച്ചൊരു ഗൂഢാലോചന അധ്യായം തുറക്കുകയുമാണ് ദിലീപും കൂട്ടരും ചെയ്യുന്നത്. അതായത് ദിലീപിനെ ഈ കേസിൽ പെടുത്തിയതിന് പിന്നിൽ വലിയൊരു ഗൂഢാലോചന നടന്നിരിക്കുന്നു. ആ ഗൂഢാലോചന തുടങ്ങി വെച്ചത് മഞ്ജു വാര്യരാണ്, അതിൻ്റെ എക്സിക്യൂഷൻ നടത്തിയിരിക്കുന്നത് ബി സന്ധ്യ എന്ന IPS ഓഫീസറിലൂടെയാണ് എന്നുള്ളൊരു ധ്വനിയാണ് ഇപ്പോൾ ദിലീപും അദ്ദേഹത്തിൻ്റെ അഭിഭാഷകനും തുറന്നു വെച്ചിരിക്കുന്നത്. ഒരു പക്ഷേ അതുമായി ബന്ധപ്പെട്ട തുടർ നിയമ നടപടികളിലേക്ക് തനിക്കെതിരെ തന്നെ ഈ കേസിൽ പെടുത്താനുള്ള നീക്കത്തിനെതിരെ ഒരു നിയമ നടപടിക്ക് ദിലീപ് ഒരുങ്ങുകയാണെങ്കിൽ, അതിനൊപ്പം തന്നെ പ്രോസിക്യൂഷൻ അപ്പീലുമായി ഹൈക്കോടതിയെ സമീപിക്കുകയാണെങ്കിൽ പുതിയൊരു നിയമയുദ്ധത്തിലേക്ക് ഈ കേസ് വഴിമാറും. നമുക്കറിയാം, കേരളത്തിൽ സമീപകാലത്ത് അടുത്തടുത്തായി ചർച്ച ചെയ്യപ്പെട്ട പ്രമാദമായ 2 കേസുകളാണ്. ഒന്ന് TP ചന്ദ്രശേഖരൻ വധവും, 2 നടിയെ ആക്രമിച്ച കേസും. TP ചന്ദ്രശേഖരൻ വധക്കേസിലും ഏറ്റവും ഉയർന്നു കേട്ടിരുന്നത് ഗൂഢാലോചനയെക്കുറിച്ച് തന്നെയായിരുന്നു. ഉന്നതതല ഗൂഢാലോചന TP ചന്ദ്രശേഖരൻ വധത്തിന്റെ പിന്നിലുണ്ട് എന്നായിരുന്നു അന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരെല്ലാം പറഞ്ഞിരുന്നത്. വളരെ പ്രധാനമായി സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഒരു കമന്റ് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഈ പകലിൽ ഈ ഉത്തരവ് വന്നതിന് ശേഷം. ഇപ്പോൾ TP ചന്ദ്രശേഖരൻ വധം നടപ്പാക്കിയത് കൊടിസനി ഉൾപ്പെടെയുള്ള കൊട്ടേഷൻ സംഘമാണെങ്കിൽ സുനിക്ക് പിന്നിൽ ഏതോ ഒരു പ്രമുഖനുണ്ട്. ആ പ്രമുഖൻ ആര് എന്നത് ഇതുവരെയും വ്യക്തമായിട്ടില്ല. അതുപോലെ തന്നെ ഇവിടെയും പൾസർ സുനിയുണ്ട്, സുനിക്ക് പിന്നിൽ ഏത് പ്രമുഖൻ എന്ന് വ്യക്തമായിട്ടില്ല. അല്ലെങ്കിൽ പ്രമുഖർ ഉണ്ടോ അക്കാര്യത്തിൽ? ഇപ്പോൾ ഇത് കുറ്റം സംശയാതീതമായി തെളിയിക്കപ്പെടുമ്പോൾ ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി, ഏത് സാഹചര്യത്തിൽ പെൺകുട്ടിയെ ഓടുന്ന വാഹനത്തിൽ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കി എന്നൊരു ചോദ്യമുണ്ടല്ലോ. അക്കാര്യത്തിൽ കുറെ കൂടി വ്യക്തത കോടതിയും വരുത്തേണ്ടി വരില്ലേ? അല്ലെങ്കിൽ ഒരു സംശയം, തെളിവില്ല എന്നതിനപ്പുറത്തേക്കുള്ള വലിയ ആനുകൂല്യം ദിലീപിന് ലഭിച്ചു എന്ന് കരുതേണ്ടതുണ്ടോ? അതാണ് രതീഷ് ഞാൻ പറഞ്ഞു വന്നത്. TP ചന്ദ്രശേഖരൻ കേസിൽ സംഭവിച്ചത് അതിൽ ഉന്നതതല ഗൂഢാലോചനയുണ്ട് എന്നുള്ള വ്യക്തമായ അറിവിൻ്റെയും ഒപ്പം തന്നെ ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നീണ്ടുപോയത്. പക്ഷേ അത് കൊട്ടേഷൻ സംഘങ്ങളിൽ അന്വേഷണം അവസാനിപ്പിക്കേണ്ടി വന്നു. മാത്രമല്ല, അതിൽ ഒരു ജില്ലാ നേതൃത്വത്തിൻ്റെ അടക്കം ഗൂഢാലോചന ഉണ്ടെന്ന് തെളിയിക്കാവുന്ന കണ്ണികൾ അത് വിചാരണ ഘട്ടത്തിൽ പൊടിഞ്ഞു പോവുകയും ചെയ്തു. അതിൽ ഒരു പൂക്കട ഗൂഢാലോചന അത് അലീബിയായിട്ട് കൊണ്ടുവന്നെങ്കിലും അത് നിൽക്കാതെ തെളിവില്ലാതെ പോവുകയും ചെയ്തു. അതിനു മുകളിൽ ഉന്നത നേതാക്കളുടെ ഗൂഢാലോചനയുണ്ട് എന്നുള്ള സിദ്ധാന്തം കണ്ടെത്താൻ കഴിയാതെ പോലും പോയി. കാരണം ആ സമയത്ത് അങ്ങനെ ഗൂഢാലോചനയ്ക്ക് ഇവർ ഒരുമിച്ചിരുന്നത് പാർട്ടി യോഗത്തിനാണെന്നൊക്കെയുള്ള രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുകയും ഒക്കെ ചെയ്തു. ഏതായാലും അതേപോലെ തന്നെ എപ്പോഴും അത്തരം കേസുകളിൽ ഗൂഢാലോചന എന്ന് പറയുന്നത് തെളിയിക്കപ്പെടുക വളരെ പരീക്ഷണമാണ്. അത് തന്നെയാണ് ഈ കേസിന് സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ എന്തിനാണ് പൾസർ സുനി കൂട്ടബലാത്സംഗത്തിന് നടിയെ ഇരയാക്കിയത്? അത് നമുക്ക് ഇന്ന് ഈ വിധി പറയുന്നത് വരെ നമുക്ക് മുന്നിൽ അതൊരു കൊട്ടേഷൻ ബലാത്സംഗ കേസാണ്. ഒരുപക്ഷെ രാജ്യത്ത് തന്നെ ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു കൊട്ടേഷൻ ബലാത്സംഗ കേസ് എന്ന രീതിയിലായിരുന്നു നമ്മൾ അതിനെ ചർച്ച ചെയ്തിരുന്നത്. ഇന്നത് വിധി പറഞ്ഞതോടുകൂടി ഒരു വെറും കൂട്ടബലാത്സംഗം എന്ന് പറയുന്ന ക്രൂരമായ നടപടിയായി മാത്രം ഒതുങ്ങുകയാണ്. അപ്പോൾ ആരാണ് ഇവരെ ഇതിനു വേണ്ടി നിയോഗിച്ചത്? അതല്ലെങ്കിൽ ഇവരിങ്ങനെ സ്വയം ചെയ്യാൻ, പൾസർ സുനി എന്ന് പറയുന്ന 1-ാം പ്രതിയുടെ നേതൃത്വത്തിൽ ഇങ്ങനൊരു ബലാത്സംഗം ചെയ്യാൻ അയാൾക്ക് എന്താണ് നടിയോടുള്ള വൈരാഗ്യം, അതല്ലെങ്കിൽ പ്രചോദനം? അപ്പോൾ അതിനുള്ള ചോദ്യങ്ങൾ അവശേഷിപ്പിച്ചുകൊണ്ടാണ് ഈ വിധി ഇവിടെ അവസാനിക്കുന്നത്, ഈ സെഷൻസ് കോടതിയുടെ. അപ്പോൾ ഇതിനു മുൻപ് നമുക്കറിയാം, ഈ നടൻ ദിലീപ് ഗൂഢാലോചന കേസിൽ ഉൾപ്പെടുമ്പോൾ അവിടെ തെളിയിക്കേണ്ടിയിരുന്ന കുറച്ച് ഏരിയകളുണ്ടായിരുന്നു. അതിൽ ഈ അതിജീവിതയുമായി എന്തുകൊണ്ടാണ് ദിലീപിന് ഒരു പകയുണ്ടാകുന്നത്? അത് വിവാഹമോചനവുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ്. അതറിയാവുന്നവരാരൊക്കെ? അങ്ങനെ ഒരു അറിയാവുന്നവരുടെ ഒരു നിര തന്നെ ഉണ്ടായിരുന്നു. അവരെ പ്രോസിക്യൂഷൻ സാക്ഷികളാക്കിയാണ് കോടതിയിൽ അവതരിപ്പിച്ചത്. അപ്പോൾ ആ സാക്ഷി പട്ടികയിൽ ഏതാണ്ട് 20-ലധികം സാക്ഷികൾ കൂറുമാറുകയാണ് ചെയ്തത്. അങ്ങനെ കൂറുമാറുമെന്ന് ഉറപ്പുള്ളവരെ പ്രധാന സാക്ഷികളായി എന്തിന് പ്രോസിക്യൂഷൻ അവരെ വിശ്വസിച്ചുകൊണ്ട് ഒരു കേസിൽ ഗൂഢാലോചന കേസ് ഫ്രെയിം ചെയ്തു എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നുണ്ട്. അപ്പോൾ പ്രോസിക്യൂഷൻ എന്തുകൊണ്ട് ശക്തമായ തെളിവുകൾ കൂടി അതിനനുബന്ധമായി തേടിയില്ല? അങ്ങനെ ഒരുപാട് ചർച്ചകൾക്ക് വഴിവെക്കാവുന്ന നിലയിലാണ് ഇപ്പോൾ ആ കേസ് എത്തി നിൽക്കുന്നത്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, തുടർ നിയമയുദ്ധങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും. നടിയെ ആക്രമിച്ച കേസിന്റെ അവസാനമല്ല, അധ്യായത്തിന്റെ അടച്ചുവെക്കലല്ല ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അത് പുതിയ പകുതിയാണ്, തുറക്കൽ മാത്രമാണ്. എന്തിനു വേണ്ടി ഇങ്ങനെ ഒരു ക്രൂരത സംഭവിച്ചു
എന്തിനു വേണ്ടി ഈ കൊട്ടേഷൻ സംഘം ഈ പെൺകുട്ടിയെ വാഹനത്തിൽ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു, ബലാത്സംഗം ചെയ്തു, കൂട്ടബലാത്സംഗം ഇരയാക്കി എന്ന വലിയ ചോദ്യമുണ്ട്. അതിന് പിന്നെ മോട്ടീവ് എന്താണ്? ആ മോട്ടീവ് കണ്ടെത്താൻ ഈ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? അത് ബോധ്യപ്പെടുത്താൻ കോടതി കഴിഞ്ഞിട്ടുണ്ടോ? തുടങ്ങിയ നിരവധി പ്രധാനപ്പെട്ട ചോദ്യങ്ങളുണ്ട്. നടിയെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധമാണ് ഈ സംഭവം ഉണ്ടായ തൊട്ടു പിന്നാലെ കേരളം കണ്ടത്. അന്ന് കൊച്ചിയിൽ നടന്നൊരു പ്രതിഷേധ പരിപാടിയുണ്ട്. അന്ന് പ്രധാനപ്പെട്ട നടീനടന്മാരെല്ലാം പങ്കെടുത്തുകൊണ്ടുള്ള പ്രതിഷേധ പരിപാടിയായിരുന്നു. ആ പരിപാടിയിൽ അന്ന് മഞ്ജു വാര്യർ പറഞ്ഞത് ഒന്നുകൂടി ഒന്ന് കേൾക്കാമെന്ന് തോന്നുന്നു. ഇപ്പോൾ മഞ്ജു വാര്യർ ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ഉണ്ട് എന്ന നിലയിലാണ് ദിലീപുമായി ബന്ധപ്പെട്ട ദിലീപിന്റെ ഉൾപ്പെടെ വാക്കുകൾ വരുന്നത്. അന്ന് മഞ്ജു പറഞ്ഞത് എന്താണ് എന്നൊരിക്കൽ കൂടി ഒന്ന് കേൾക്കാം. ഇതിന് പിന്നിൽ നടന്നിരിക്കുന്നത് ഒരു ക്രിമിനൽ ഗൂഢാലോചനയാണ്. ഈ ഒരു ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഉള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം അങ്ങേയറ്റം പൂർണ്ണമായ പിന്തുണ നൽകുക എന്നതാണ് നമുക്കിവിടെ ചെയ്യാൻ സാധിക്കുക. അത് മാത്രമല്ല, ഒരു സ്ത്രീക്ക് വീടിന് അകത്തും പുറത്തും അവൾ പുരുഷന് നൽകുന്ന ബഹുമാനം അതേ അളവിൽ തിരിച്ചു കിട്ടാനുള്ള അർഹത ഒരു സ്ത്രീക്കുണ്ട്. മഞ്ജു വാര്യർ അന്ന് കൊച്ചിയിൽ നടന്ന പരിപാടിയിൽ നടിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട്, അതിജീവിതയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തിയ പരിപാടിയിൽ സംസാരിക്കുന്നതാണ് കേട്ടത്. വലിയ ഗൂഢാലോചന ഉണ്ട് എന്ന മഞ്ജു വാര്യരുടെ അന്നത്തെ വാക്കുകൾ. അതിൻ്റെ തുടർച്ചയായിട്ടാണ് വിശദമായ ഗൂഢാലോചന അടക്കമുള്ള കാര്യങ്ങളിലേക്കൊക്കെ അന്വേഷണം പോയത്. പക്ഷേ ഇപ്പോൾ വർഷങ്ങൾക്കിപ്പുറം വിധി പറയുമ്പോൾ ഗൂഢാലോചന എന്ന ഭാഗം അതിപ്പോഴും ശൂന്യതയിൽ നിൽക്കുകയാണ്. ദിലീപ് കുറ്റവിമുക്തനായിരിക്കുന്നു. ഇപ്പോൾ ദിലീപ് അല്ലെങ്കിൽ മറ്റാര് എന്തിനു വേണ്ടി കൊട്ടേഷൻ സംഘം നടിയെ തട്ടിക്കൊണ്ടുപോയി കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയെന്ന ചോദ്യം ഇങ്ങനെ ഇപ്പോഴും സമൂഹത്ത് സജീവമായി സമൂഹത്തിൽ നിൽക്കുകയാണ്. റിയ ബേബിത്തുണ്ട്. റിയ, സിനിമാ സംഘടനകളുടെയൊക്കെ ഒരു നിലപാട് എങ്ങനെയാണ്? ഇപ്പോൾ ദിലീപിനെ ആഘോഷപൂർവ്വം, സ്വാഭാവികമാണ്, ദിലീപിനെ ഇഷ്ടപ്പെടുന്ന ആളുകളെ സംബന്ധിച്ച്, ദിലീപ് കുറ്റക്കാരനല്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ച്, ദിലീപ് കുറ്റവിമുക്തനാകുന്നത് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെ സംബന്ധിച്ച് വലിയ സന്തോഷമുണ്ടാക്കുന്നതാണ്. അത് ഏത് കേസിലെയും കുറ്റവാളികളെ സംബന്ധിച്ച് അങ്ങനെയാണ്, അല്ലെങ്കിൽ കുറ്റം ആരോപിക്കപ്പെട്ട ആളുകളുമായി ബന്ധപ്പെട്ട് അങ്ങനെയാണ്. പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട സിനിമാ സംഘടനകൾ ഏത് നിലയിലാണ് ഇപ്പോൾ ഈ വിധിയെ കാണുന്നത്? ദിലീപിനെ തിരിച്ചെടുക്കൽ എന്നതാണോ, അതോ നടി അതിക്രൂരമായി ആക്രമിക്കപ്പെട്ട പശ്ചാത്തലത്തിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള കൂടുതൽ ആലോചനകൾ ഈ വിധിയുടെ പശ്ചാത്തലമുണ്ടോ? അതാണ് ഈ സിനിമാ തലപ്പത്തുള്ള ആളുകളുടെ ഇപ്പോഴത്തെ നിലപാട് എന്താണ്? രതീഷ്, നടി ആക്രമിക്കപ്പെട്ട സംഭവം മലയാള സിനിമയെ രണ്ടായി പിളർത്തുക തന്നെയായിരുന്നു അന്ന് ചെയ്തത്. ഇപ്പോഴിതാ ദിലീപ് ആ കേസിൽ കുറ്റവിമുക്തനാകുമ്പോഴും അതേ നിലപാട്, അതേ രണ്ട് തട്ടിലുള്ള നിലപാട് സിനിമാ മേഖലയ്ക്കകത്ത് തുടരുന്നു എന്ന് വ്യക്തമാക്കണം. കാരണം അതിജീവിതയെ അന്ന് മുതൽ ചേർത്ത് പിടിച്ച വനിതാ അംഗങ്ങൾ, WCC രൂപീകരിച്ച വനിതാ അംഗങ്ങൾ അവൾക്കൊപ്പം ഇന്നും തുടരുന്നു, എന്നേക്കുമെന്നും ഇതെന്ത് നീതിയെന്നും ചോദ്യങ്ങളുമായി പാർവതി അടക്കമുള്ളവർ മുന്നോട്ട് വരുമ്പോൾ ഈ കേസിൽ അമ്മയുടെ അംഗങ്ങളായിട്ടുള്ള ലക്ഷ്മി പ്രിയയുടെ അടക്കം പ്രതികരണം നമ്മൾ അല്പസമയം മുമ്പ് കേട്ടതാണ്. അവർ പറയുന്നത് ദിലീപ് നിരപരാധിയാണെന്ന് അന്ന് മുതൽ താൻ വിശ്വസിച്ചിരുന്നു എന്ന പ്രതികരണമാണ് മാധ്യമങ്ങളോട് നടത്തിയത്. ബി ഉണ്ണികൃഷ്ണന്റെ പ്രതികരണം കേട്ടതാണ്. ദിലീപ് തിരിച്ചു വരുന്ന കാര്യത്തിൽ ആലോചിച്ച് തീരുമാനമെടുക്കും എന്നതാണ്. അതായത് വാതിൽ തുറന്നിട്ടിരിക്കുന്നു എന്ന പ്രതികരണം പറയാതെ പറയുന്നുണ്ട്. നിർമ്മാതാക്കളുടെ സംഘടനയുടെ ബി രാകേഷ് അല്പസമയം മുമ്പ് പ്രതികരിച്ചു. ദിലീപ് തിരിച്ചു വരാൻ യോഗ്യനാണ്, കേസിൽ നിന്ന് കുറ്റവിമുക്തനായവർ തിരിച്ചു വരാൻ യോഗ്യനാണ് എന്ന പ്രതികരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടും. അതായത് ഈ വിധിക്ക് കാത്തു നിൽക്കുകയായിരുന്നു സിനിമാ സംഘടനകൾ എന്ന് വേണം ആ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ. പക്ഷേ അപ്പോഴും അതിജീവിതയെ ആദ്യഘട്ടം മുതൽ ചേർത്ത് പിടിച്ചവർ തങ്ങൾ ഇപ്പോഴും അതിജീവിതയ്ക്കാണ്, ഇതൊരു എഴുതിക്കൂട്ടി ഉണ്ടാക്കിയ തിരക്കഥയുടെ ക്രൂരമായ വിധി എന്നൊക്കെ പാർവതി കൃത്യമായി തന്നെ നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ രണ്ട് തരത്തിൽ അതിജീവിതയ്ക്കൊപ്പം നിലപാടെടുത്തവർ ആ നിലപാട് ഇപ്പോഴും തുടരുന്നു. അതേസമയം ദിലീപ് പ്രതിയായപ്പോൾ ദിലീപിനെ പുറത്താക്കേണ്ട എന്ന നിലപാടെടുത്തവർ ആ നിലപാട് ദിലീപ് കുറ്റവിമുക്തനായല്ലോ സ്വീകരിക്കാം എന്നൊരു നിലപാടിലേക്ക് മാറുന്ന കാഴ്ച കൂടി കാണുന്നുണ്ട്.